ഹലോ, കുറേ ദിവസത്തിന് ശേഷം കേട്ടോ നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കായിപ്പോയി, അതാണ് കാരണം. അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു വാഞ്ചോ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, 1 kg. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ വാഞ്ചോ കേക്ക് വരുമ്പം 4 ലെയറാട്ടോ വരുന്നത്. 2 വാനിലയും 2 ചോക്ലേറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് കൊടുക്കുന്നത് വാനില സ്പോഞ്ചാണ്. അപ്പം അത് വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആട്ടോ. അപ്പം അതുകൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലെയർ വെക്കുന്നത് ചോക്ലേറ്റിൻ്റെ ബേസാണേ. ഈ ഒരു കേക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്കാട്ടോ. നല്ലൊരു ഫ്ലേവറാണ് ഇത് വന്നിട്ട്. 2 ചോക്ലേറ്റിൻ്റെയും വാനിലയും കൂടെ ആ ഒരു മിക്സ് ആൻഡ് മാച്ച് വരുന്നത് കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാട്ടോ വാഞ്ചോ കേക്ക്. അപ്പം ഇത് കഴിച്ചിട്ടുള്ളവരെല്ലാം നമ്മളോട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരുമാതിരി അധികം മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവേ. ഇപ്പം ചോക്ലേറ്റിൻ്റെ ഗനാഷൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മധുരമായിരിക്കും. പക്ഷെ അല്ല കേട്ടോ, നോർമലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മധുരം മാത്രമേ ഈ ഒരു കേക്കിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഡിമാൻഡും ഉണ്ട് കേട്ടോ. നല്ലൊരു ഈ ചോക്ലേറ്റിൻ്റെ ഗനാഷൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഇത് നമ്മൾ ഐസിങ് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 1 kg തൊട്ട് മുകളിലോട്ടാട്ടോ നമുക്ക് അവൈലബിൾ. 1/2 kg അവൈലബിൾ അല്ല. കാരണം ഇതിന് 4 ലെയർ വരുന്നത് കൊണ്ടാട്ടോ. കസ്റ്റമറിന് ഞാനൊരു ഡിസൈൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വാഞ്ചോ കേക്കാണ്. ഇത് നമ്മൾ ഈ ഗനാഷ് ഇങ്ങനെ മണ്ടയ്ക്ക് ടോപ്പിൽ ഒഴിച്ച് വരുന്നൊരു ഡിസൈനാണ്. നമ്മളൊരു റെഫറൻസ് അയച്ചു കൊടുത്തിട്ട് എക്സാക്റ്റ് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ ഒഴുകി വരുന്നോ അതാണ് കേട്ടോ അതിൻ്റെ ഡിസൈന്. പക്ഷേ ഇതെങ്ങനെ ചെയ്താലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുകളിലിങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നമ്മളൊരു ഡാർക്ക് കളറ് കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഗനാഷ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കലാണ് ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഈ ഒരു കേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടോ. കാണാൻ നല്ല രസമുള്ളൊരു കേക്ക്. ഐസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ തള്ളി പുറത്തോട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു സൈഡ് കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് അകത്തേക്ക് തേറ്റി വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ബേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കേട്ടോ നമ്മളിത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അധികം സ്പീഡ് അങ്ങനെ കൂട്ടിയിട്ടല്ല കേട്ടോ ഇട്ടേക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പം കുറച്ച് സ്പീഡ് കൂട്ടി പെട്ടെന്ന് അങ്ങ് അടിച്ചുവിടലാണ് പരിപാടി. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും അങ്ങനെ ആയാലോ, കുറച്ച് പതിയെ ചെയ്യുന്നതും ഇത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ഇത്ര സ്പീഡിലൊക്കെ വിടുന്ന കാണുമ്പോൾ എന്തോ 5 മിനിറ്റിനുള്ള കേക്ക് റെഡി അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ അത് അങ്ങനല്ല ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം നിന്നിട്ടാട്ടോ ഒരു കേക്ക് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ സ്പീഡ് കൂട്ടി ഇടുന്നതേ ഉള്ളൂ, കാണുന്നവർക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് നേരം നിന്നിട്ടാട്ടോ നമ്മളൊരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഐസിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മളിപ്പം ഹോം മെയ്ഡ് കേക്ക്സ് ആയതുകൊണ്ട് നമ്മൾ ഷോപ്പ് അല്ലാത്തത് കൊണ്ടും നമുക്ക് അത്രയും ഭയങ്കര ധൃതിയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അധികം സ്പീഡിലല്ല കേട്ടോ ചെയ്യുന്നത്. എന്നാലും ഒത്തിരി അങ്ങ് പതിയെ ചെയ്യുക എന്നല്ല, നമ്മൾ ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്. എങ്കിലും ഇപ്പം ആദ്യം വേറെ ഓർഡേഴ്സൊന്നും ഇല്ല, ഒരു കേക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ പതിയായിട്ടോ ചെയ്യാറ്. അധികം ധൃതി പിടിച്ച് അങ്ങനെ വെപ്രാളപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയായിട്ടോ ചെയ്യാറ്. അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയായിട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി, ഇതിൻ്റെ മണ്ടയ്ക്ക് ഗനാഷ് ഒഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗനാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ്
ഗനാഷ് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു രീതിക്കാട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അപ്പം റൈറ്റ് സൈഡിൽ പേര് കൊടുക്കാം എന്നുള്ള രീതി വെച്ചിട്ട് ഞാൻ വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ടൂളുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ടിലിരിക്കുന്നത്, ഫോണ്ടൻറ്റ് കട്ടർ ഒക്കെ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ആ ഒരു ടൂൾ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ റാ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മണ്ടയ്ക്ക് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പേരെഴുതി കൊടുക്കണം. അപ്പോൾ ഇത് വന്നിട്ട് കാവേരി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, 6ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പേരെഴുതാൻ എടുത്തേക്കുന്നത് നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഇത് തന്നെ കേട്ടോ, ഗനാഷ് അല്ല, നോർമൽ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കളർ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പം കാവേരി മോളുടെ 6ാമത്തെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ അതൊന്ന് എഴുതി കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടെ, സിൽവർ കളർ ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.